ഏറെക്കുറെ എല്ലാത്തിനും മരുന്നുള്ള ആധുനിക ചികിത്സയ്ക്ക് പിഴവിന് മാത്രം മരുന്നില്ല. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്തിടെയായി കേൾക്കുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിക്കെതിരാണ് ഏറ്റവും ഒടുവിൽ ഗുരുതര ആരോപണം ഉയർന്നു വരുന്നത്. മതിയായ ചികിത്സ കിട്ടാതെ 80-കാരൻ മരിച്ചതായാണ് പരാതി. കാൽവിരലിലൂടെ പഴുപ്പ് മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അത്തോളി സ്വദേശി രാജനാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഇടതുകാലിലെ വിരലുകൾക്ക് പഴുപ്പ് കൂടിയതോടെയാണ് അത്തോളി സ്വദേശിയായ രാജൻ തൻ്റെ നാട്ടിലെ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. സർജന്റെ സഹായം ആവശ്യമായതിനാൽ സഹകരണ ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച രാത്രി 9:30-ഓടെ രാജൻ ബീച്ച് ആശുപത്രിയിലെത്തി. ബീച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സ തേടിയ രാജനെ പിന്നീട് വാർഡിലേക്ക് മാറ്റി. അവിടേക്കെത്തിയ ഹൗസ് സർജൻ കാലിലെ കെട്ടഴിച്ച ശേഷം ഫോട്ടോ എടുത്തു മടങ്ങി. റൗണ്ട്സിനെത്തുന്ന ഡോക്ടർ വിശദമായി പരിശോധിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് കുടുംബം പറയുന്നു. ഇതിനിടെയാണ് രാജന് കുത്തിവയ്പ് നൽകുന്നത്. ഇതോടെ ഗുരുതരാവസ്ഥയിലായി. എന്നിട്ടും നഴ്സുമാരല്ലാതെ ഡോക്ടർ എത്തിയില്ല. ഡോക്ടർ വരും തന്നെ പറഞ്ഞ് പിന്നെയും ബുദ്ധിമുട്ട് വന്നപ്പോൾ പറഞ്ഞപ്പോഴാണ് സ്ട്രിപ്പ് വിട്ടിട്ട് ഇഞ്ചെക്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ ഇഞ്ചക്ഷൻ എന്ത്? അപ്പോൾ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല, വാർഡിലേക്ക് ഡോക്ടർമാർ വന്നിട്ടില്ല. ആ 11 മണിക്ക് ഡോക്ടർ കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർമാർ അവിടേക്ക് വന്നിട്ടില്ല പറഞ്ഞത്. പിന്നെ ശ്വാസം തടസ്സം, ഒരു കാർഡിയാക് അറസ്റ്റ് പോലത്തെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയം ആ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ അടുത്ത് വീണ്ടും ഞാൻ പോയി പറഞ്ഞു. അപ്പോൾ ഒക്കെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർ വരും, നിങ്ങളിങ്ങനെ നമ്മളുടെ അടുത്തേക്ക് വന്നിട്ട് എന്താ കാര്യം, ഡോക്ടർ വന്നോളൂ, ഡോക്ടർ വരും എന്ന് പറഞ്ഞു. ഡോക്ടർ വരുന്നുമില്ല, ഒന്നും ആവുന്നില്ല. ഒരു 5 മണിയോട് കൂടി അവർ വോമിറ്റ് ചെയ്തു. ഡോക്ടർ രാവിലെ എത്തി പരിശോധിക്കുമ്പോഴേക്കും രാജൻ മരിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്കും കാലതാമസമുണ്ടായതായാണ് കുടുംബത്തിന്റെ ആരോപണം. പിന്നെ ഇനി അങ്ങോട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ എനിക്ക് ഇനി ബാക്കിയില്ല. ഞാൻ അവരുടെ അടുത്ത് നിങ്ങൾ ഡോക്ടറെ വിളിക്കുക. അവർ ഡോക്ടർ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ വരണ്ടേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നുള്ള മറുപടി തരുന്നത്. എന്നുവെച്ചാൽ ടൈം വന്നിട്ട് ഒരു 3 മണിക്ക് അച്ഛൻ ആ ഒരു കാർഡിയാക് അറസ്റ്റിൻ്റെ ഒരു ലക്ഷണം വന്നിട്ട് 3 മണി ഇട്ടിട്ട് 5 മണി 5:10 വരെ ടൈം ഉണ്ടായിട്ട് ഒരു ഡോക്ടർ പോലും ബീച്ചിലത്തെ ഡോക്ടറിൻ്റെ അച്ഛനെ പരിശോധിക്കാൻ വന്നില്ല. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകി. വിശദമായി അന്വേഷണം നടത്താനാണ് DMOയുടെ നിർദ്ദേശം. 5 അംഗ ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘമാണ് അന്വേഷിക്കുക. ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് രാജന്റെ ജീവൻ നഷ്ടമാവാൻ കാരണമായതെന്ന് കുടുംബം പറയുന്നു. ആരോഗ്യവകുപ്പിന്റെ അന്വേഷണത്തിനും റിപ്പോർട്ട് സമർപ്പിക്കലിനും അപ്പുറം ഇത്തരം വീഴ്ചകളിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നതാണ് ചോദ്യം. അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്.